കാണുമ്പോഴാ എനിക്ക് എന്തെന്നില്ലാത്ത പേടിയൊക്കെ വരുന്നത്. എന്തിനാ ഇങ്ങനെ എന്നെ പേടിപ്പിക്കുന്നത്? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും ഡയാനാമ്മയുണ്ട്, എന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ജാനി, നീ പറയുന്നതെല്ലാം ശരിയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, നിന്നെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പൂജയുണ്ട്, അതും ശരിയാ. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല ചന്തു. എൻ്റെ കൃഷ്ണ, നിനക്ക് എന്തിൻ്റെ കേടാ? ദേ നോക്ക്, ഇന്ദുവിനെ കൂടെ ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാതെ എൻ്റെ ചെറുക്കാം. ഏറിപ്പോയാൽ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വരാൻ 5 ദിവസം, അതിൽ കൂടുതലൊന്നും ആവില്ലല്ലോ. ദേ കൊച്ചെ, നിന്നോട് ഇനി പറഞ്ഞാൽ ഞാൻ ചൂറിലടിക്കേണ്ടി വരും. നിന്റെ ഈ പൊട്ട സ്വഭാവം കൊണ്ട് ആ ചന്തുവിൻ്റെയും സായുവിൻ്റെയും മുന്നിൽ ചെന്ന് ചാടിക്കൊടുക്കരുത്, ദൈവത്തെ ഓർത്ത്. അവളുമാർ നിന്നെയും കൊണ്ട് നക്ഷത്രം എണ്ണിക്കും ഇവിടെ. ഉത്തരവ് പോലെ മഹാറാണി, ഞാൻ എല്ലാം അനുസരിച്ചു കൊള്ളാം. ജാനി അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. 4 മണിയോടെ തന്നെ രണ്ടുപേരും വീട്ടിൽ നിന്നും കോളേജിലേക്ക് പുറപ്പെട്ടു. വീട്ടിലുള്ള ഓരോരുത്തരുടെയും ഉപദേശം കേട്ടിട്ടാണ് ഈ യാത്ര. പറഞ്ഞതെല്ലാം രണ്ടും മറക്കണ്ട. ഞങ്ങളാരും അവിടെ എത്തില്ല എന്ന് കരുതി കണ്ടടത്തൊക്കെ ഓടി നടക്കരുത്. കയ്യിൽ കിട്ടുന്നതെല്ലാം വാങ്ങി തിന്നരുത്. പുതിയ അസുഖങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത് രണ്ടും. ഇന്ദു, നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയാ, വഴിയിൽ കൂടെ പോകുന്ന പ്രശ്നങ്ങൾ തപ്പിയെടുത്ത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവരുത്. എൻ്റെ അമ്മ, ഇത് 8ാമത്തെ ആളാ ഇതേ കാര്യം തന്നെ പറയുന്നത്. അതും 67ാമത്തെ പ്രാവശ്യം ഞാൻ ഇത് കേൾക്കുന്നത്. ഞാൻ കുഞ്ഞു കുട്ടിയൊന്നുമല്ല ഇങ്ങനെ പുറകെ നടന്ന് ഉപദേശം തരാൻ. ഞങ്ങൾക്ക് 2 പേർക്കും പ്രായപൂർത്തിയായി. ഞങ്ങൾ 2 പേരും ബോധത്തോടെ യുക്തിയോട് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തോളാം. നിങ്ങൾ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യാതിരുന്നാൽ മതി. നീയൊക്കെ കൊച്ചുപിള്ളേരായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. പോത്തുപോലെ വളർന്നത് കൊണ്ടാണ് വീട്ടുകാർക്ക് സമാധാനമില്ലാത്തത്. അതുകൊണ്ട് കാന്താരി, കൂടുതൽ നാക്കെടുക്കാതെ വണ്ടിയിൽ കയറാൻ നോക്ക്. കൊച്ചച്ഛൻ തന്നെയാ പറയുന്നത്. മര്യാദയ്ക്ക് വന്ന് കയറാൻ നോക്ക് പെണ്ണെ. നിന്നെയൊക്കെ അവിടെ ഇറക്കിയിട്ട് വേണം എനിക്കിനി ഓഫീസിലേക്ക് ഒന്ന് പോവാൻ, അല്ലെങ്കിൽ അടുത്ത കാലം തുടങ്ങും. അന്ത ഭയം നല്ലതാ. ഞങ്ങളുടെ അടുത്ത് ഈ ചാട്ടവും പറച്ചിലുമൊക്കെ ഉള്ളൂ. അങ്ങേരുടെ അടുത്ത് നടക്കില്ലല്ലേ കൊച്ചച്ച? എൻ്റെ ചന്തു, നീ പറയുന്നതെല്ലാം സത്യമാണോ? ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കുകയാണ് പെണ്ണെ. ഞാൻ നിങ്ങളോട് കള്ളം പറയുമോ? നിങ്ങൾക്ക് പറ്റിയ ഒരു ഐറ്റം ഇവിടെയുണ്ട്. അതാണ് എൻ്റെ ഈ വരവിന് നിങ്ങൾക്കുള്ള സമ്മാനം. പിന്നെ വഴങ്ങാൻ പാടുള്ള ഐറ്റമാണ്. അതൊക്കെ നിൻ്റെയൊക്കെ കയ്യിൽ കഴിവ് പോലെ ഇരിക്കും കേട്ടല്ലോ. മെരുങ്ങാത്തതിനെ മെരുക്കുന്നതല്ലേ മോളെ ചന്തു ഒരു ത്രില്ല്. നീ എങ്ങനെയാണെങ്കിലും അതിനെ ആ വീടിന് പുറത്തെത്തിക്കണം. ബാക്കി ഞങ്ങളങ്ങേറ്റു. അവളെ പുറത്തെത്തിക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ ശരൺ. ഞാൻ അത് ചെയ്യാതിരിക്കുമോ? പിന്നെ വരുമ്പോൾ ആ വിഷ്ണുവിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരണം. 2 ഫ്ലേവറും അറിഞ്ഞതിന് ശേഷം വേണം അവനോട് ഏതാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് ചോദിക്കാൻ. അതുകൊണ്ട് അവനും വേണമല്ലോ ബിരിയാണി കഴിക്കാൻ. പൊന്നുമോളെ, ബിരിയാണി വിളമ്പുന്നത് നീ ആയതുകൊണ്ട് തന്നെ. പൊന്നുമോളെ, അത് സൂപ്പറായിരിക്കും. ഇതുവരെ നീ തന്നിട്ടുള്ള ബിരിയാണികളിലൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ. മോനെ ശരണേ, ഒത്തിരി അങ്ങോട്ട് പുകഴ്ത്തണ്ട. പിന്നെ ഇതെൻ്റെ പേഴ്സണൽ റിവെഞ്ച് കൂടിയാണെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെ നീയൊക്കെ അവളെ എന്ത് കാണിച്ചു കൂട്ടിയാലും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. നീയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. ഇനി ആർക്കെങ്കിലും മറിച്ച് വിൽക്കണമെങ്കിൽ അതുമാകാം. എനിക്കതൊന്നും പ്രശ്നമല്ല. എൻ്റെ ജീവിതത്തിൽ നിന്നും ആ ശല്യത്തെ ഒഴിവാക്കണം. എനിക്കത്ര മാത്രമേ ഉള്ളൂ. നീയാണ് മോളെ ഫ്രണ്ട്, ഇതുപോലെ വേണം. അല്ല ചന്തു, ഒന്ന് ഉപ്പ് നോക്കാനെങ്കിലും അവളുടെ ഒരു ഫോട്ടോ കിട്ടുമോടി? കിട്ടുമോ എന്നൊരു ചോദ്യം നമുക്കിടയിലുണ്ടോടാ? എപ്പോൾ കിട്ടും എന്ന് ചോദിച്ചാൽ പോരെ? എന്താണെങ്കിലും നീ നിൻ്റെ വാട്സപ്പ് തുറക്ക്. അവിടെയുണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ ഡിയർ, അപ്പോൾ നേരിൽ കാണാം. മിസ് യുടാ. ഇന്ദുവും കൃഷ്ണയും കൂടി പോയി കഴിഞ്ഞപ്പോൾ ആ വീട് ആകെ സൈലൻ്റായി മാറിക്കഴിഞ്ഞിരുന്നു. അഗ്നി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മുംബൈയിൽ പോയിട്ട് ഇന്നേക്ക് 4 ദിവസമായി. അതുകൊണ്ട് തന്നെ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഈ തറവാട്ടിലില്ല. ഇന്നാണ് തറവാട് വക ക്ഷേത്രത്തിലെ ഉത്സവം. എല്ലാ വർഷവും ഈ ദിവസം ഡയാന തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പതിവ്. അതിനുള്ള പ്രധാന കാരണം ഈ ഉത്സവത്തിനും ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാം വരുമ്പോൾ തൻ്റെ ജാതി പറഞ്ഞുള്ള കുത്തലും പറച്ചിലുമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി തന്നെയാണ്. എന്നാൽ ഇത്തവണ വീട്ടിലേക്ക് പോവാൻ ഡയാനയ്ക്കും ഒരു മടിയുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം ജാനിയാണ്. താനും പൂജയും കൂടി പോയി കഴിഞ്ഞാൽ അവൾ ഈ ചെകുത്താന്മാരുടെ ഇടയിൽ എന്തു ചെയ്യും എന്നുള്ള ഒരു ഭയം.
ഞാൻ ഓക്കെ ചെറിയമ്മേ, എന്താണെങ്കിലും പോയിട്ട് 2 ദിവസം കഴിയുമ്പം ഇങ്ങ് വരുമല്ലോ അല്ലേ? എന്നാലും മോളെ, ഞങ്ങളും കൂടെ പോയി കഴിഞ്ഞാൽ നീ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കും? ഇവരെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് തന്നെ ടെൻഷനാ. ഇവർ മാത്രമല്ല, താലപ്പൊഴി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ബന്ധുമിത്രാദികളുടെ ഒരു പട തന്നെ ഉണ്ടാകും എൻ്റെ കുട്ടി ഇവിടെ. നീ ഇവിടെ കിടന്ന് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ മതിയാകൂ. പിന്നത്തെ പണ്ടത്തെ ജാനിയല്ലല്ലോ ഞാനിപ്പോൾ. കുറേ ക്ഷമയും അതിനേക്കാളും ഉപരി ഇതെല്ലാം സഹിക്കാനുമുള്ള ഒരു മനക്കെട്ടിയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട്. അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല. ഞാൻ എന്തും തരണം ചെയ്യും. നിങ്ങൾ വേഗം കുറച്ച് ദിവസത്തേന് പോയിട്ട് നന്നായി സന്തോഷമായി ആഘോഷിച്ചിട്ട് വന്നാൽ മതി. എന്നാൽ ഒരു കാര്യം ചെയ്യ് ചേട്ടത്തിയമ്മേ, ഞങ്ങളുടെ കൂടെ വാ. എന്തായാലും അഗ്നിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. നമുക്ക് കുറച്ച് ദിവസം അവിടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പാലയിലങ്ങ് ആഘോഷമാക്കാം നീ. അതൊന്നും നടക്കില്ലടാ പൂജ. നിനക്കറിയാലോ, രുദ്രമോക്ക് വഴിപാടൊക്കെ ഉള്ളതാ. അങ്ങനെയുള്ളപ്പോൾ അവളെയും കൊണ്ട് ഇവിടെ നിന്നും പോയി എന്നറിഞ്ഞാൽ പിന്നെ ഈ വീട് തന്നെ തലകീഴായി മറിക്കും നിന്റെ അഗ്നിയേട്ടൻ. എന്തിനേറെ, ഇവിടെയുള്ള ആളുകൾ പോലും ഇതിനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. ജാനി പറഞ്ഞത് ശരിയാ പൂജ. ഇനിയും നിന്ന് വൈകാതെ നീ കാറിലേക്ക് കയറാൻ നോക്ക്. ഇപ്പോൾ ഇറങ്ങിയാൽ വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തും. അമ്മച്ചിയും നാത്തൂനും ഇപ്പോൾ തന്നെ ഒരു 10 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു, ഇറങ്ങിയോ ഇറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇനിയും നിന്നാലേ ഒന്നും നടക്കില്ല. അതേ പൂജ, ചെറിയമ്മ പറയുന്നത് കേക്ക്. നീ എന്താണെങ്കിലും കയറ്. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എത്തുമല്ലോ. ജാനി ഒരു തരത്തിൽ പൂജയെ കാറിനുള്ളിലേക്ക് കയറ്റി. വിഷമത്തോടെയാണെങ്കിലും ഡയാനയും പൂജയും പൂജയ്ക്ക് പുറകെ കാറിലേക്ക് കയറി. ഇരുവരെയും വഹിച്ചുകൊണ്ട് ആ കാറ് വീടിൻ്റെ മുറ്റത്തു നിന്നും മാഞ്ഞു പോകുമ്പോഴും മനസ്സിലുള്ള ഭയവും സങ്കടവും ഉള്ളിലൊതുക്കി അവൾ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നു. എന്നാൽ അകത്ത് ജനാലയിലൂടെ ഇതെല്ലാം കാണുന്ന സായുവിൻ്റെയും ചന്തുവിൻ്റെയും മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു. തൻ്റെ ശത്രുവിനെ ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷം. സായു, ഇനിയല്ല തുടങ്ങാൻ പോകുന്നത് പൂരം. അമ്പലത്തിൽ നടക്കുന്ന ഉത്സവത്തെക്കാളും വലിയ. ഞാൻ എന്തായാലും അവന്മാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവർക്കൊരു ഫ്രഷ് ബിരിയാണി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. അതുതന്നെ എല്ലാവരും തിരിച്ചു വരുമ്പോൾ ഈ ശവം ഈ വീട്ടിലുണ്ടാവരുത്. പിന്നെ അഗ്നിയേട്ടൻ്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും എൻ്റെ ചന്തു അങ്ങ് തെളിഞ്ഞു നിൽക്കാൻ പോവുകയാണല്ലേ. അതുതന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രൂരമായ ചിരിയോടെ ചന്തു തൻ്റെ ഫോണിലെ മെസ്സേജുകൾ ഒന്നുകൂടെ നോക്കി. നിന്റെ ഉദകക്രിയ ചെയ്യാനുള്ളവർ എത്തിക്കഴിഞ്ഞു മോളെ. ഇനി അവന്മാരുടെ മുന്നിൽ കിടന്ന് നിന്റെ എല്ലും നഖവും മാത്രം മിച്ചം കിട്ടും. അതുപോലെ ഒരു പട്ടിയും നിന്റെ കാര്യം തിരക്കി വരികയുമില്ല. നിന്റെ അവസാനം അടുത്തു കഴിഞ്ഞിരിക്കുന്നു ജാനകി ദേവി. പാരഡൈസ് ഹോട്ടലിൻ്റെ 24-ാം നമ്പർ റൂമിൽ തകൃതമായ ആഘോഷം നടക്കുകയാണ്. സത്യയും രാഹുലും. എടാ രാഹുലെ, ഇപ്പോൾ തന്നെ ഓവറാണ്. ഇത് 5-ാമത്തെയാണ് നീ കയറ്റുന്നത്. അതൊന്ന് ഓർമ്മ വേണം കേട്ടോ. മോനെ സത്യ, നീ ആദ്യമായിട്ടല്ലേ ചാന്ദിനിയെ കാണാൻ അങ്ങോട്ട് പോകുന്നത്? 5 അല്ലടാ, 10 അടിച്ചാലും അവളെ താങ്ങാൻ പറ്റില്ല മോനെ. അതുപോലൊരു ഉരുപ്പടിയാണത്. 10 അടിച്ചു കഴിഞ്ഞാലേ എൻ്റെ പൊന്നുമോൻ പാവാകും. പിന്നെയാണ് അവളെ. ഗുഡ് ക്വസ്റ്റ്യൻ. എടാ, അവളെ നമ്മളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലടാ അളിയ. അവൾ തന്നെ എല്ലാം. അത് പറയുമ്പോൾ രാഹുലിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒരു ചിരിയോടെ നോക്കിയിരിക്കുകയായിരുന്നു സത്യ. അല്ല മോനെ അളിയ, നമ്മുടെ കൊമ്പൻ അവളോട് മുട്ടി നിൽക്കാൻ അവനെ കഴിയൂ. എവിടെ അവൻ? കൊമ്പൻ മല ഇറങ്ങി, ഇപ്പോൾ എങ്ങെത്തും എന്ന് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യ തൻ്റെ കയ്യിലിരുന്ന ബിയർ ഒന്നുകൂടെ സിപ്പ് ചെയ്തു. എടാ സത്യ, അവനെ കൊമ്പനെന്ന് വിളിക്കാനും ഒരു ഹരാണടാ. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നും അവനില്ലളിയ. അങ്ങ് കയറി മേഞ്ഞ് കളയും ചെറുക്കൻ. അതൊരു 1-1/2 ഐറ്റമാണ്. നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ലടാ, നിന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് അവൻ വിളിക്കുന്നതും മെസ്സേജ് ഇടുന്നതും ഒക്കെ. ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ് അളിയ ഈ അഗ്നി കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന ജിയെ. അവൾ അവൻ്റെ ഓഫീസിലെ പെണ്ണ് തന്നെയായിരുന്നു കേട്ടോ, അവൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ്. എന്നാൽ അവരുടെ കല്യാണം നടക്കാൻ സമ്മതിക്കാതിരുന്നത് നമ്മുടെ പെണ്ണാണ്. പെണ്ണാണെന്നൊന്നും അവളെ ക്ലിക്കാൻ കഴിയില്ല. ഒരു യക്ഷി. അതാണ് അവൾക്ക് പറ്റിയ സൂപ്പർ പേര്. അതിന്ന് മോന് അനുഭവം വരുമ്പം മനസ്സിലാവും. എന്നിട്ട് അവൾ എന്ത് ചെയ്തളിയ? കല്യാണം മുടക്കിയോ? അല്ല, അഗ്നിദേവിൻ്റെ ഭാര്യയുടെ പേര് ജിയ എന്നല്ലല്ലോ, ഭൂമി എന്നല്ലേ? എടാ സത്യ, ഭൂമി എന്ന് എല്ലാവരും കളിയാക്കി വിളിക്കുന്നതാണ് ആ പെണ്ണിനെ.
അവളുടെ ക്ഷമാശീലം കൊണ്ട്. ജാനകി എന്നാണ് യഥാർത്ഥ പേര്. ആ ക്ഷമാശീലം കണ്ടാണ് ഭൂമി എന്ന് വിളിക്കുന്നത് എന്ന് മാത്രം. അവളുടെ പേരെന്തെങ്കിലും ആകട്ടെ, നീ ബാക്കി കഥ പറയാൻ നോക്ക. എടാ, നമ്മുടെ ചാന്ദിനി അങ്ങ് കാനഡയിലിരുന്ന് ഈ കാര്യം പറഞ്ഞു. അവളെങ്ങാനും വെറുതെ ഇരിക്കുമോ? അവൾ നമ്മുടെ കൊമ്പനെ വിളിച്ച് കാര്യം അങ്ങ് അവതരിപ്പിച്ചു. ആ പെണ്ണിൻ്റെ ഫോട്ടോയും കൂടെ അങ്ങ് അയച്ചു കൊടുത്തു. എന്നിട്ടോ നമ്മുടെ കൊമ്പനാരാ മോൻ? അവൻ കല്യാണത്തിൻ്റെ അന്ന് വെളുപ്പിന് സ്വർണവും കാശുമായി അവളെയും എടുത്ത് അങ്ങ് മുങ്ങി. പിന്നെ അങ്ങോട്ട് ഇന്നലെ വരെ ആളൊളിവിലായിരുന്നു. അവൻ്റെയൊക്കെ ഒരു യോഗം, അല്ലാതെന്ത് പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ബിയർ സത്യ ഒന്നുകൂടെ സിപ്പ് ചെയ്തു. ആ യോഗത്തിൻ്റെ നന്ദി പ്രകാശനം തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എല്ലായിടത്തും സഹായം ചെയ്തവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇപ്രാവശ്യം ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് നമ്മുടെ കൊമ്പന് തന്നെയാണ് മോനെ. ആ ഗിഫ്റ്റ് ആയിരിക്കുമല്ലേ ഈ ഭൂമിദേവി? അത് തന്നെ കണ്ടുപിടിച്ചല്ലോടാ കൊച്ചു കള്ളാ നീ. നേരം സന്ധ്യയോടടുത്തു. എല്ലാവരും തിരക്കിലാണ്. ഇന്ന് ദേവിയുടെ അമ്പലത്തിലെ ആറാട്ടാണ്. അതുകൊണ്ട് തന്നെ തറവാട്ട് മുറ്റത്ത് പന്തലുയർന്നു കഴിഞ്ഞിരുന്നു. പെണ്ണുങ്ങളെല്ലാവരും നിരവധി താലപ്പൊലിയുമായി നിരന്നു കഴിഞ്ഞു. കുട്ടിക്കുറുമ്പിയും താലമെടുക്കാൻ ഒരുങ്ങി താഴേക്ക് വന്നു. നല്ല ചുവന്ന നിറത്തിലെ പട്ടുപാവാടയും ബ്ലൗസുമാണ് അവളുടെ വേഷം. അവളുടെ കുഞ്ഞിമുടി രണ്ട് വശത്തുമായി കെട്ടി അതിൽ മുല്ലപ്പൂവും തൂക്കിക്കൊണ്ടാണ് നടപ്പ്. അവളുടെ കുഞ്ഞിക്കൈകളിൽ ഓരോ സ്വർണത്തിൻ്റെ തടിയൻ വളകൾ തിളങ്ങുന്നുണ്ട്. കഴുത്തിൽ ശ്രേയയുടെ ഒരു പാലയ്ക്ക മാലയാണ്. അവളുടെ വട്ടമുഖത്തിന് മാറ്റുകൂട്ടാൻ കരിമഷി കൊണ്ടൊരു വലിയ വട്ടപ്പൊട്ടും തൊട്ടിട്ടുണ്ട്. വിടർന്ന കണ്ണുകളിൽ ജാനകി കരിമഷി നീട്ടി വരച്ചെടുത്തിട്ടുണ്ട്. ഇവൾക്കൊപ്പം താലമെടുക്കാൻ നിൽക്കുന്നത് ജാനകി തന്നെയാണ്. വിവാഹത്തിന് ശേഷം ആദ്യമായാണ് ഒറ്റയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ ഒന്ന് പുറത്തിറങ്ങുന്നത്. അല്ലെങ്കിൽ ഇന്ദുവും കൃഷ്ണയും പൂജയും ഉണ്ടെങ്കിൽ പോലും അഗ്നിയുടെ ഒരു അതിർവരമ്പിന് പുറത്ത് കടക്കാൻ തനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വീടിന് പുറത്ത് ഈ ലോകത്തിൻ്റെ പച്ചപ്പും കാറ്റുമെല്ലാം കൊള്ളാൻ തനിക്ക് കിട്ടുന്ന ഒരു സുവർണാവസരം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അവളെ മറ്റു വേദനകളും പ്രശ്നങ്ങളും ഒന്നും അലട്ടുന്നുണ്ടായിരുന്നില്ല. സന്തോഷം പുറത്തറിയിക്കാൻ കിട്ടുന്ന അവസരമായിരുന്ന ജാനകിയുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ടായിരുന്നു. ചുവന്ന ബ്ലൗസും ചുവന്ന കരയുള്ള സെറ്റും മുണ്ടുമാണ് അവളുടെ വേഷം. അഗ്നിദേവന്റെ ഭാര്യയല്ല, അടിമ എന്ന് എടുത്തു കാണിക്കുന്നത് പോലെ അവളുടെ താലിയും കുങ്കുമവുമാണ് അലങ്കാരമായി അവളിലുള്ളത്. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അമ്മയെയും മോളെയും സായുവും ചന്തുവും ഒന്ന് നോക്കി. വിടർന്നു നിൽക്കുന്ന ആ പനിനീർ പൂവിന് ഇനി എത്ര നേരത്തെ ആയുസ്സുണ്ട് എന്നാണ് രണ്ടുപേരുടെയും മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യം. കൊമ്പൻ്റെ കയ്യിൽ കിട്ടുന്ന ഈ പനിനീർ പുഷ്പം ഒരു നിമിഷം കൊണ്ട് അവൻ ഞെരിച്ചുടച്ചിക്കും എന്ന ചിന്ത തന്നെ സായുവിൻ്റെയും ചന്ദനയുടെയും മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം നിർത്തി. സായു, ചന്തു, നിങ്ങൾ വരുന്നില്ലേ മക്കളെ അമ്പലത്തിലേക്ക്? അമ്മ അമ്പലത്തിലേക്ക് എവിടേക്കാണെന്ന് വെച്ചാൽ പോവാൻ നോക്ക്. ഞങ്ങളെ രാത്രി ഗാനമേള തുടങ്ങുമ്പോൾ കാണും. അതാ നല്ലത്. അല്ലാതെ ഈ വേഷം കെട്ടലൊക്കെ കാണിച്ച് അങ്ങോട്ട് നടക്കാൻ ഞങ്ങളെ കിട്ടില്ല. എൻ്റെ സായു, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ അഹങ്കാരം മാറ്റിവെച്ച് ഒന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടോ നീ? ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിലേ എൻ്റെ പെണ്ണെ ജീവിതം മുന്നോട്ട് പോകും. ഓ, എനിക്ക് വേണ്ടി എൻ്റെ അമ്മക്കുട്ടി അങ്ങ് നന്നായി പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ ഞാൻ അവിടെ വന്ന് ഒരു സീൻ ഉണ്ടാക്കാനൊന്നും അതൊന്നും ശരിയാവില്ല. നിന്നോട് പറഞ്ഞു ജയിക്കാൻ എനിക്ക് വയ്യ. സായു മോളെ, ചന്തുമോളെ, ഇവൾക്ക് ഇത്തിരി മടി കൂടുതലാണ്. നീ തന്നെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കുറച്ച് കഴിയുമ്പോൾ അമ്പലത്തിലേക്ക് വരാൻ നോക്ക് കേട്ടോ. ആൻറ്റി വിട്ടോ, ഞങ്ങൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അമ്പലമെല്ലാം ഒന്ന് കാണാൻ വേണ്ടി ശരിക്കും വരുന്നുണ്ട്. ഇവൾ ഈ പറയുന്നതൊന്നും ആൻറ്റി കാര്യമാക്കേണ്ട. ഹായ് ഗൈസ്, പുനർവിവാഹത്തിൻ്റെ ഒരു സൂപ്പർ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അതെ, നമ്മുടെ കൊമ്പൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജാനകി ചെന്ന് പെടുവോ? അതോ അവളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? കൃഷ്ണയും ഇന്ദുവും എന്താണെങ്കിലും സ്ഥലത്തില്ല. പൂജയും ഡയാനയും ആണെങ്കിൽ അവരും പാലായ്ക്ക് പോയി. അഗ്നി ബിസിനസ് ടൂറിൽ. ഇനി ആരായിരിക്കും ജാനകിയെ രക്ഷിക്കുക? അതോ സായുവും ചന്തവും ഒരുക്കുന്ന ചതിക്കുഴിയിൽ പെട്ടുപോകുമോ നമ്മുടെ പാവം? എന്താണെങ്കിലും ബാക്കി ഭാഗം അറിയാൻ കാത്തിരിക്കുക.